മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് മുതൽ നമ്മൾ 4ാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. 4ാമത്തെ ചാപ്റ്റർ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ, സംസ്കാരവും സാമൂഹ്യ വൽക്കരണവും. സമൂഹശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് സംസ്കാരമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ സമൂഹത്തെ വ്യക്തമായി ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ സംസ്കാരം എന്നതിനെ പലപ്പോഴും വ്യക്തമായി ഉപയോഗിക്കാനായി സാധിക്കാത്ത ഒന്നാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സംസ്കാരത്തെ കൃത്യമായി നിർവചിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സംസ്കാരത്തിൻ്റെ വിവിധ തലങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ ആദ്യം നമുക്ക് എന്താണ് സംസ്കാരം എന്നുള്ളത് നോക്കാം. അനേകം തലങ്ങളുള്ള ഒരു വാക്കാണ് കൾച്ചർ എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത്. കൃഷി ചെയ്യുക, മണ്ണിൽ പണിയെടുക്കുക എന്നൊക്കെ അർത്ഥമുള്ള കൊലേരെ എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ സംസ്കാരം എന്നുള്ള കൾച്ചർ എന്നുള്ള വാക്കിന്റെ ഉത്ഭവം. സംസ്കാരം സാധാരണ കലകളുമായും ജനങ്ങളുടെ ജീവിത രീതികളുമായും ബന്ധപ്പെടുത്തിയാണ് നിർവചിക്കാറുള്ളത്. എന്നാൽ സമൂഹശാസ്ത്രജ്ഞരും നരവംശാസ്ത്രജ്ഞരും എല്ലാം സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന സാമൂഹിക പശ്ചാത്തലങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. സംസ്കാരത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും സമൂഹശാസ്ത്രജ്ഞര് ശ്രമിക്കാറുണ്ട്. സംസ്കാരം എന്ന് പറയുന്നത് ശരിക്കൊരു പൊതു ധാരണയാണ്. അത് ഊർജ്ജസ്വലവും സാമൂഹികമാണെന്ന് നമുക്ക് പറയാനായി സാധിക്കും. ഈ സംസ്കാരം മനുഷ്യൻ സാമൂഹികമായി ആർജിക്കുന്ന ഒന്നാണ്. അത് ആർജിക്കപ്പെടുന്നതും വളർന്നു വരുന്നതും സമൂഹത്തിലെ മറ്റുള്ളവരുമായുള്ള പാരസ്പര്യ ബന്ധത്തിലൂടെയാണ്. ഒരു സമൂഹമായി ജീവിക്കുമ്പോഴാണ് സംസ്കാരം രൂപപ്പെടുന്നത്. ഈ സംസ്കാരം ഒരിക്കലും പൂർണ്ണത പ്രാപിച്ച ഒന്നല്ല. അത് പലപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാവുകയും പരിണമിക്കപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചില ഘടകങ്ങൾ സ്ഥിരമായി സംസ്കാരത്തോട് കൂടിച്ചേർക്കപ്പെടുന്നുണ്ട്. ചിലര് വിട്ടുകളയുക. സംസ്കാരത്തിലെ മറ്റു ചില ഘടകങ്ങൾ വികാസം പ്രാപിക്കുകയോ ചുരുങ്ങുകയോ പുനഃക്രമീകരിക്കപ്പെടുകയോ ചെയ്യുന്നു. ഇതെല്ലാം സംസ്കാരത്തെ ഊർജ്ജസ്വലമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു, സംസ്കാരം എന്ന് പറയുന്നത് ഒരു പൊതുധാരണയാണ്. ആ പൊതുധാരണ വികസിപ്പിച്ചെടുക്കാനുള്ള മനുഷ്യന്റെ കഴിവാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നത്. സംസ്കാരം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നും, ഗണങ്ങളിൽ നിന്നും, സമുദായങ്ങളിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെയാണ്. ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും എങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നത് കുടുംബാംഗങ്ങളിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, സഹപ്രവർത്തകരിൽ നിന്നുമാണ്. അവരുമായിട്ടുള്ള ആ ഒരു പരസ്പര പ്രവർത്തനത്തിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. ഭൗതികേതരമായിട്ടുള്ള ചിഹ്നങ്ങളും അടയാളങ്ങളും നാം മനസ്സിലാക്കുന്നതും ഇതേ മാർഗങ്ങളിലൂടെ ഒക്കെ തന്നെയാണ്. ഈ അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് ഒന്നുകിൽ വാമൊഴിയിലൂടെ അല്ലെങ്കിൽ വല്ല പുസ്തകങ്ങളിൽ നിന്നുമെല്ലാമാണ്. ഈ ഒരു ജ്ഞാനം സമൂഹത്തിലുള്ള നമ്മുടെ പങ്ക് എന്താണെന്ന് മനസ്സിലാക്കാനും ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്ന് മനസ്സിലാക്കാനും ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. സംസ്കാരത്തിന്റെ ചില നിർവചനങ്ങളാണ് ഇനി പറയുന്നത്. ഈ സമൂഹശാസ്ത്രജ്ഞന്മാര് സംസ്കാരത്തെ കാണുന്നത് വ്യക്തികളെ വ്യത്യസ്തരാക്കുന്ന ഒന്നായല്ല, മറിച്ച് ഈ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും പങ്കാളിത്തമുള്ള ഒരു ജീവിത രീതി എന്ന രീതിയിലാണ് സംസ്കാരത്തെ വിലയിരുത്തുന്നത്. ഓരോ സമൂഹവും അവരുടേതായ സംസ്കാരം വികസിപ്പിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടി സമൂഹശാസ്ത്രജ്ഞര് പറയുന്നുണ്ട്. പ്രമുഖ ബ്രിട്ടീഷ് പണ്ഡിതനായിട്ടുള്ള E.B. ടൈലർ അദ്ദേഹത്തിന്റെ പ്രാകൃത സംസ്കാരം എന്നുള്ള കൃതിയിൽ സംസ്കാരത്തിന് ഒരു നിർവചനം നൽകുകയുണ്ടായി. അതിങ്ങനെയാണ്: Culture is that complex whole which include knowledge, belief, art, morals, law, custom and any other capabilities and habits acquired by man as a member of society. ഒരു സമൂഹത്തിലെ അംഗമെന്ന നിലയിൽ മനുഷ്യൻ ആർജിക്കുന്ന വിജ്ഞാനം, വിശ്വാസങ്ങൾ, കല, സദാചാരം, നിയമം, ആചാരം, മറ്റുള്ള കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം അഥവാ നാഗരികത എന്ന് പറയുന്നത് എന്നാണ് E.B. ടൈലർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദാറ്റ് കോംപ്ലക്സ് ഹോൾ വിച്ച് ഇൻക്ലൂഡ് നോളേജ്, ബിലീഫ്, ആർട്ട്, മോറൽസ്, ലോ, കസ്റ്റം ആൻഡ് എനി അതർ കാപ്പബിലിറ്റീസ് ആൻഡ് ഹാബിറ്റ്സ് അക്വയർഡ് ബൈ മാൻ ആസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി. സംസ്കാരത്തിലെ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യൻ ആർജിക്കുന്ന വിജ്ഞാനം, വിശ്വാസങ്ങൾ, കല, സദാചാരം, നിയമം, ആചാരം, മറ്റുള്ള കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം. അപ്പൊ ഇതാണ് E.B. ടൈലറുടെ നിർവചനം. ഇനി മറ്റൊരു സമൂഹശാസ്ത്രജ്ഞനായിട്ടുള്ള നരവംശാസ്ത്രജ്ഞനായിട്ടുള്ള മലിനോസ്കിയുടെ നിർവചനമാണ് പറയുന്നത്.
പൂർവാചിതമായ വസ്തുക്കൾ, സാധനങ്ങൾ, സാങ്കേതിക പ്രക്രിയകൾ, ആശയങ്ങൾ, ശീലങ്ങൾ, മൂല്യങ്ങൾ എന്നിവയടങ്ങുന്നതാണ് സംസ്കാരം എന്നാണ് മലിനോസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൂർവാചിതമായ വസ്തുക്കൾ, സാധനങ്ങൾ, സാങ്കേതിക പ്രക്രിയകൾ, ആശയങ്ങൾ, ശീലങ്ങൾ, മൂല്യങ്ങൾ എന്നിവയടങ്ങുന്നതാണ് സംസ്കാരം. ഇതാരുടെ നിർവചനാണ്? മലിനോസ്കിയുടെ നിർവചനാണ്. മലിനോസ്കി ഒരു നരവംശ ശാസ്ത്രജ്ഞനാണ്. പോളണ്ടിലെ നരവംശ ശാസ്ത്രജ്ഞനാണ് മലിനോസ്കി. അദ്ദേഹത്തിന്റെ നിർവചനാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും വരുന്ന നിർവചനങ്ങൾ. ഡെഫിനിഷൻസ് ഓഫ് കൾച്ചറിൽ വരുന്ന രണ്ട് പ്രധാന നിർവചനങ്ങളാണ് ഈ രണ്ടെണ്ണം, E.B. ടൈലറുടെയും മലിനോസ്കിയുടെയും. അപ്പൊ അത് രണ്ടെണ്ണം നമ്മൾ പറയുന്നത് സംസ്കാരത്തിന്റെ സവിശേഷതകളാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ. അതിലാദ്യം പറയുന്നത് ഇറ്റ് ഈസ് എ വേ ഓഫ് തിങ്കിങ്, ഫീലിങ്സ്, ബിലീവിങ്. ചിന്ത, മനോഭാവം, വിശ്വാസം എന്നിവയുടെ ഒരു രീതിയാണ് കൾച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വേ ഓഫ് തിങ്കിങ്, ഫീലിംഗ്, ബിലീവിങ്. ചിന്ത, മനോഭാവം, വിശ്വാസം എന്നിവയുടെ ഒരു രീതിയാണ് സംസ്കാരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇറ്റ് ഈസ് വേ ഓഫ് ലൈഫ്. ഒരു ജനതയുടെ മൊത്തം ജീവിത രീതിയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഒരു ജനതയുടെ ജീവിത രീതിയെ നമുക്ക് എന്ത് പറയാം? സംസ്കാരം എന്ന് പറയാം. മറ്റൊന്ന് ഇറ്റ് ഈസ് എ ട്രാൻസ്മിറ്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഒരു ഗണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് ഇറ്റ് ഈസ് എ ലേൺഡ് ബിഹേവിയർ. ഇതൊരു അഭ്യസിച്ചിട്ടുള്ള പെരുമാറ്റ രീതിയാണ്. ഇറ്റ് ഈസ് എ ലേൺഡ് ബിഹേവിയർ. ദെൻ അടുത്തത് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് പൂൾഡ് ലേണിംഗ്. പഠന സഞ്ചയങ്ങളുടെ ഒരു കലവറയാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. ഇറ്റ് ഫൗണ്ട് ഇൻ എവറി സൊസൈറ്റി. ഏതൊരു സമൂഹത്തിലും നമുക്ക് സംസ്കാരം എന്നത് കാണാനായി സാധിക്കും. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ഫിനോമിനൻ. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംവിധാനമാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഐഡിയാസ്, ഹാബിറ്റ്സ് ആൻഡ് കസ്റ്റംസ്. ഇത് ഒരു കൂട്ടം ഐഡിയാസ് ആണ്, അതേപോലെ തന്നെ ശീലങ്ങള്, കസ്റ്റംസ് ഒക്കെയാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. ആവർത്തിതമായ പ്രശ്നങ്ങളോടുള്ള ഒരു കൂട്ടം നിലവാരപ്പെടുത്തിയ പെരുമാറ്റത്തെ നമുക്ക് സംസ്കാരം എന്ന് പറയാനായി സാധിക്കും. പെരുമാറ്റത്തെ നൈതികമായി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകളായിട്ട് വരുന്നത്, സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകളായിട്ട് വരുന്നത്. ഇത്രയാണെന്ന് പറയാനുള്ളത്. താങ്ക് യു.